ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇതുപോലത്തെ പാവക്ക ഞങ്ങളുടെ നാട്ടിൽ കയ്പ്പക്ക എന്ന് പറയും. കയ്പ്പക്ക കറി വെക്കുന്ന ആ വീഡിയോ ആണ് ഇന്ന്. കയ്പ്പക്ക കറി വെക്കാൻ ആദ്യം കഴുകണം. ഫസ്റ്റ് തന്നെ കഴുകണം. കഴുകി നല്ലപോലെ ഇതുപോലെ മുറിക്കണം. അങ്ങനെ പലകത്തിൽ മുറിക്കലും. അങ്ങനെ ഇതുപോലെ മുറിച്ചിട്ട് ഉപ്പിട്ടില്ല, കല്ലുപ്പിട്ടിട്ട് നല്ലപോലെ അതിനിങ്ങനെ ഞൗണ്ടിട്ട് കഴുകണം. 2-3 വട്ടം കഴിക്കുമെങ്കിൽ അതിൻ്റെ ഫുള്ള് ജ്യൂസ് എടുക്കണം കഴിട്ട്. അപ്പം കഴിക്കുന്നില്ല, നല്ല ടേസ്റ്റ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഞൗണ്ടിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം. നല്ലപോലെ ഇതുപോലെ നല്ല ജ്യൂസ് വരും. അപ്പോഴേക്കും ഇത് 3-4 വട്ടം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ പോന്നു. കഴുകാൻ പാടില്ല, ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഒരു 4 വട്ടം ഇതുപോലെ പിഴിഞ്ഞെടുത്ത് എന്നിട്ട് ഒരു പാത്രത്തിൽ ഉള്ളി 2 ഉള്ളി എടുത്ത്, 2 പച്ചമുളക് എടുത്ത്, 2 തക്കാളി എടുത്ത് നല്ലപോലെ മുറിച്ച് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അപ്പോഴത്തേന് ശേഷം മുറിച്ച് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക് അതിലിട്ടിട്ട് നല്ലപോലെ വേവിച്ച എണ്ണയിൽ നല്ല വേവിച്ചിട്ട് നല്ല വെന്തതിന് ശേഷം ആ കയ്പ്പക്കാരനെ അതിലേക്ക് ഇടണം. അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വേവിക്കണം. വെള്ളമൊന്നും കൂട്ടാണ്ട് കുറച്ച് നല്ലപോലെ വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടുക്കി പിടിച്ചാലോ, വെള്ളം നിൽക്കുന്നില്ലല്ലോ. ഇളക്കി എടുത്തിട്ട് കുറച്ച് നേരം മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. മൂടി വെച്ച് തുറന്നിട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, നല്ല വെന്തിട്ട്. അതിലേക്ക് കുറച്ചും കൂടി പൊടി